ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് മസാല നമ്മൾ അരച്ചെടുക്കണം. ഇവിടെ ഒരു 4 അയില ഫിഷാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏതൊരു ഫിഷും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം 4 അയില ഫിഷിലേക്കുള്ള അളവാണ് ഞാൻ പറയുന്നത്. ഒരു 6 ചെറിയുള്ളി, 3-4 വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഇതാദ്യം നമ്മളൊന്ന് മിക്സിയിൽ ചതച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ലെമൺ ജ്യൂസ്, ഇവയെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കും. എരിവ് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു മസാല നമുക്ക് ഫിഷിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഫിഷ് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് പാൻ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഫിഷ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് സ്റ്റൗ കത്തിച്ചെടുക്കണം. കാരണം ഫിഷ് കുറച്ച് കട്ടിയുള്ളതാണ്. അപ്പോൾ നമ്മൾ അധികം ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് കുക്കായതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ 2 സൈഡും തിരിച്ചും മറിച്ചിട്ടും കുക്കായതിനു ശേഷം നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ ഈ ഒരു മസാല തേച്ച് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഫിഷ് ഫ്രൈക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.